रुझानों में लगभग तस्वीर साफ होती हुई दिख रही है। നിഷാദ് ബി.ജെ.പി നേതാക്കളുടെ പ്രതികരണം വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോകും. दिखाई दे रही है रिजल्ट में कितने आप होपफुल हैं? जिस तरह के रुझान है, मुझे विश्वास है कि परिणाम भी उसी अनुरूप होंगे। और माननीय प्रधानमंत्री जी के नेतृत्व को दिल्ली की जनता ने सलाम किया है और मुझे उम्मीद है कि हम डबल इंजन की सरकार बनाने में कामयाब होंगे। एक सवाल लोगों के मन में, सारे बड़े चेहरे अरविंद केजरीवाल हो, मुझे अभी देखिए, अगर आप दिल्ली की जनता के साथ विश्वासघात करेंगे, धोखा करेंगे, तो जनता उसी तरह का परिणाम देती है। आने दीजिए, मुझे लगता है परिणाम भारतीय जनता पार्टी के लिए अच्छे होंगे। रुझानों में बीजेपी आगे आ रही, क्या कहेंगे? मुझे लगता है कि परिणाम भी इसी तरह से उनके सारे बड़े नेता पीछे चल रहे हैं। आप जनता के साथ विश्वासघात करेंगे, धोखा देंगे, तो जनता परिणाम भी वैसे ही देगी। बीजेपी की सरकार बनती हुई दिख रही है। सीएम कौन है? माननीय प्रधानमंत्री जी के नेतृत्व में दिल्ली में डबल इंजन की सरकार बनेगी। सीएम कौन है? सीएम आप हैं, ये है। दिल्ली का हर नागरिक सीएम बनेगा। ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഡൽഹിയിൽ ബി.ജെ.പി നേതാക്കളുടെ പ്രതികരണമാണ് കാണുന്നത്. ബി.ജെ.പി വലിയ സന്തോഷം പ്രകടമാക്കുന്നു. മുഖ്യമന്ത്രി ആരാണെന്ന് വൈകാതെ അറിയാമെന്നാണ് ബി.ജെ.പിയുടെ പ്രതികരണം. എന്തായാലും ഒരു 3 പതിറ്റാണ്ടിന് ശേഷം ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് തലസ്ഥാന നഗരം പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ, തലസ്ഥാന സംസ്ഥാനം പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം രൂപപ്പെടുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ അങ്കണത്തിൽ കാണുന്നത് മുഴുവൻ നിരാശയുടെ, സങ്കടത്തിൻ്റെ, പ്രത്യാശാനഷ്ടത്തിൻ്റെ കാഴ്ചകളാണ്. അവിടെ വലിയ വേദിക കെട്ടിയൊരുക്കി ആ വിജയത്തിന് ശേഷം പ്രവർത്തകരെയും ജനങ്ങളെയും അഭിവാദ്യം ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ ആം ആദ്മി പാർട്ടി നീക്കങ്ങൾ നടത്തിയിരുന്നു, ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പക്ഷെ ആ വേദി ഇന്നൊരു നിരാശയുടെ വേദികയായി മാറുകയാണ്, നഷ്ടത്തിൻ്റെ വേദികയായി മാറുകയാണ്. കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടായിരിക്കുന്നു. ദീർഘനേരത്തെ തിരിച്ചടിക്ക് ശേഷം കെജ്രിവാൾ ലീഡെടുക്കുന്നുവെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ വലിയ പരാജയത്തിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ 1.5 മണിക്കൂറിലധികം 2 മണിക്കൂറായി പോയിക്കൊണ്ടെങ്കിൽ കെജ്രിവാൾ ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് എടുക്കുകയാണ്. കെജ്രിവാളിനെ സംബന്ധിച്ച് സമാശ്വാസമാണ് അത്. 28 സീറ്റും കെജ്രിവാളിൻ്റെ വിജയമുണ്ടെങ്കിൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ അവർ കഴിഞ്ഞേക്കും. തോറ്റുപോയിരുന്നുവെങ്കിൽ ഈ അദ്ദേഹത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധ്യതകളുടെ അന്ത്യം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന അത്ര ഭയാനകമായ തോൽവിയായിരിക്കും. പക്ഷേ കെജ്രിവാൾ ഇപ്പോൾ ലീഡെടുക്കുകയാണ്. എന്നോടൊപ്പം തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ ലീഡ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കെജ്രിവാളിന് വിജയത്തിൻ്റെ സാധ്യതകൾ തുറന്നു എന്ന് പറയാമോ, അതോ അതിപ്പോഴും ബുള്ളറ്റൈലാണോ, ഇഞ്ചോടിഞ്ചാണോ? നിഷാദ്, ഇഞ്ചോടിഞ്ചെന്ന് പറയാനേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. സമയം 10 മണിയോടുകൂടി അടുക്കുന്നു. ഇപ്പോഴും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മേധാവിത്വം വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. കാരണം തങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ തങ്ങൾ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾ അത് കേൾക്കും, അല്ലെങ്കിൽ അവർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് പ്രതികരിച്ച ബി.ജെ.പിയുടെ അധ്യക്ഷനും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ജനങ്ങൾ ഞങ്ങളെ വിശ്വാസം അർപ്പിച്ചു, അതുകൊണ്ടാണ് തങ്ങൾ വിജയിച്ചത് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയുടെ ഡൽഹി ഓഫീസിലെത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രവർത്തകരുടെ ആഘോഷങ്ങളൊന്നും ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആഘോഷങ്ങൾ തുടങ്ങും. ഈ ഫലം ഒരു സ്റ്റേബിളിൽ എത്തിയതിനു ശേഷം ആഘോഷം തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതനുസരിച്ച് അവരുടെ ആഘോഷങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ പ്രവർത്തകരും നേതാക്കളും എല്ലാം ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആഘോഷ പരിപാടികളിലേക്ക് അവർ കടക്കുക. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള സൂചനകൾ അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ സമയം മുതൽ തന്നെ ബി.ജെ.പി അവരുടെ ഒരു മേധാവിത്വം വെച്ച് പുലർത്തിയിരുന്നു. പിന്നീട് ഈ ഇ.വി.എം മെഷീനുകളിലേക്ക് കടന്ന സമയത്തും ആം ആദ്മി ചില സമയങ്ങളിൽ അവർ മുന്നിട്ട് നിന്നിരുന്നെങ്കിലും പിന്നെ ബി.ജെ.പി തന്നെ അവർ മുന്നോട്ട്, അല്ലെങ്കിൽ വളരെയധികം ദൂരത്തേക്ക് അവർ വോട്ട് നില ഉയർത്തുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടങ്ങളിലേക്ക്, മറ്റ് ചർച്ചകളിലേക്ക് ബി.ജെ.പി ഉൾപ്പെടെ കടക്കുകയാണ്. ആരായിരിക്കണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഡൽഹിയിലെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും മുഖ്യമന്ത്രിയാണ്, ഈ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും മുഖ്യമന്ത്രിയാണ് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബി.ജെ.പിയുടെ ചർച്ചകൾ ആ നിലയിലേക്ക് മാറും. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളിലേക്ക് മാറും. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിലേക്ക് വീണ്ടും ബി.ജെ.പി അധികാരത്തിലെത്തുന്നു എന്നുള്ള സൂചനകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സമയം മുതൽ തന്നെ ഡൽഹിയിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ബി.ജെ.പി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ആ സമയത്തും ആം ആദ്മി പാർട്ടി അവരുടെ ആത്മവിശ്വാസം കൈവിട്ടിരുന്നില്ല. എക്സിറ്റ് പോളിനെ അവർ പൂർണ്ണമായും തള്ളുകയാണ്
ഉണ്ടായത് മസാജ് പാർലറുകൾ നടത്തിയ ചില എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു എന്നായിരുന്നു BJPയുടെ നേതാക്കൾ എല്ലാവരും പ്രതികരിച്ചിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതിന് സമാനമായ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ടാലിയാണ് നമുക്കിവിടെ BJPയുടെ ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ TV-കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും BJP നേതൃത്വം വലിയ ആഘോഷത്തിൽ അല്ലെങ്കിൽ അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. ഡൽഹിയിലെ ജനങ്ങളോട് അവർ നന്ദി പറയുന്നു. തങ്ങളെ വിശ്വസിച്ചതിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചതിന് നന്ദി പറയുകയാണ് BJPയുടെ നേതാക്കൾ എല്ലാവരും. അല്പസമയത്തിനകം തന്നെ BJPയുടെ ഈ ഓഫീസിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കും. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത്. ആം ആദ്മി പാർട്ടി 29 സീറ്റുമായി നിൽക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഒരു ചെറിയ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുന്നിലാണ് എന്നതാണ്. നേരത്തെ അരവിന്ദ് കെജ്രിവാളും അതിഷിയും സിസോദിയയും സൗരഭ് ഭരദ്വാജും സകല ആളുകളും പിന്നിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നില അരവിന്ദ് കെജ്രിവാളിന് ലീഡ് എടുക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. പക്ഷേ ആ ലീഡ് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ, ചെറിയ എഡ്ജാണോ ഉള്ളത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് നോക്കി കാണേണ്ട കാര്യവും കൂടിയാണ്.